ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചാവക്കാടുള്ള മരമുള്ള അക്വേറിയമാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കുറേ മീനുകളും വ്യത്യസ്ത ഡിസൈൻസും സ്പെഷ്യാലിറ്റിയൊക്കെ ആയിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. ഇത് അവിടെ പോയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 400 പെർ പേഴ്സൺ ആണ്. മക്കൾക്ക് 360 ഐ തിങ്ക്. പിന്നെ എൻട്രൻസ് ഒക്കെ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിന് ഒരുപാട് ഫിഷസിൻ്റെ ഒക്കെ സ്റ്റാച്ചു പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അഡ്വഞ്ചർ സ്പോട്ട്, പാർക്ക്, പിന്നെ ഈ ഫാം ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്സും കുറച്ച് അധികം നേരം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറത്തും അകത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആംബിയൻസും കാര്യങ്ങളും ഒക്കെ കുറേ ഫോട്ടോ സ്പോട്ട്സും എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള ഈ മീനുകളാണ്. എൻട്രൻസിൽ തന്നെ ഒരു നീളമുള്ള അക്വേറിയത്തിൽ ഇവർ ഇങ്ങനെ പ്ലേസ് ചെയ്തത് വാസ് സോ അട്രാക്റ്റീവ്. നമ്മളെ കുറച്ചൊന്നും അധികം നേരത്തിന് നമ്മൾ അവിടെ പിടിച്ചു നിർത്തും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിങ്ങനെ നടന്ന് കളിച്ചു. ഈ മീനുകളൊക്കെ മൂവ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ മൂവിങ് ആയിരുന്നു. ഈ നീള അക്വേറിയത്തിൽ ഓരോരോ കളറിൽ ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ വളരെ രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്ത ആ ഒരു ആർക്കിടെക്ചർ പോലത്തെ സാധനം അതും ഒരുപാട് ഭംഗി ഇതിന് കൂട്ടുകയാണ് ചെയ്തത്. നമുക്ക് നന്നായിട്ട് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനുകളെ വളരെ നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലീൻനെസ്സിലും എല്ലാം നമുക്ക് അവരെ എപ്പോഴും കാണാൻ പറ്റുന്നത്. ഞാനിവിടെ ടോട്ടലി 3 ടൈംസ് പോയിട്ടുണ്ട്. ഇത് ക്ലബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അവർ പ്രത്യേകം ഡോക്ടേഴ്സും കാര്യങ്ങളും എല്ലാം അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും എല്ലാവരെയും ചെക്ക് ചെയ്യാനും അവരുടെ ഹെൽത്തും ഫുഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ വളരെ നല്ലത്. പിന്നെ വലിയ ഏരിയ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. എല്ലാ മീനും ചെറിയ ചെറിയ ടബ്സൊന്നുമല്ല. പിന്നെ നമ്മൾ കുറേ മീനുകൾ നമുക്ക് കാണാൻ പറ്റും. 1-2 മീനുള്ളത് വളരെ റെയറായിട്ടുള്ള ഫിഷസ് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്കൊരു ബഞ്ച് ഓഫ് ഫിഷസ്, ഒരുപാട് ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റും ഓരോ അക്വേറിയത്തിൽ. അതിൻ്റെയൊക്കെ വലിയ അക്വേറിയംസുമാണ് അവർക്ക് ഓടി കളിക്കാനൊക്കെ പറ്റി. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഓരോ സ്റ്റാച്യൂസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അക്വേറിയത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നൊരു സ്ഥലമാണ്. അടിയിൽ മൊത്തം അരാപ്പൈമാസായിരിക്കും. നമ്മളതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇവിടെ നടക്കുക. എൻ്റെ അത്ര വലിയ അരാപ്പൈമ വേണ്ട, അത് കുറച്ച് കൂടുതലാണ്. എൻ്റെ മോൻ്റെ അത്ര വലിയ അരാപ്പൈമാസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എങ്ങനെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ അവർ പറയാം, തലേന്ന് കൊണ്ടുവന്ന് അതിനെ ഫ്രഷാണോ ചെക്ക് ചെയ്ത് എന്നിട്ട് അത് എത്രത്തോളം നീറ്റാണെന്ന് നോക്കിയിട്ട് അതിനൊരു ലെവലിൽ ഫ്രീസ് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അവരെന്നെ പറഞ്ഞു, ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന സ്പീഷ്യസാണ്, ഇവർക്ക് ഇവിടുത്തെ വെള്ളവും ഒന്നും നോർമലല്ല. അപ്പോൾ അതിൻ്റെ pH ലെവലും എല്ലാം കറക്റ്റാക്കി വെള്ളത്തിൻ്റെ പ്രഷറും എല്ലാം നോർമലാക്കിയാലേ ഇവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫുഡ് മാത്രം നല്ല കൊടുക്കണം, എന്നാലേ അവർ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ ഫിഷസും എന്ന് പറഞ്ഞാൽ റെയർ പീസസും അവരൊരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിലൊന്നും റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഡോക്ടേഴ്സിനെയും സ്പെഷ്യൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും എല്ലാം വെച്ച് വെള്ളം ചെക്ക് ചെയ്യാനും pH ലെവൽ ചെക്ക് ചെയ്യാനും പിന്നെ വെള്ളത്തിൻ്റെ ഓരോരോ ഘടകങ്ങളും ഫുഡിൻ്റെ എല്ലാ ഘടകങ്ങളും നോക്കാനും ഇവർക്ക് അസുഖം വന്ന് അവരെ നോക്കാനും എല്ലാം സെപ്പറേറ്റ് പാർട്ടായിട്ട് അതിന് തന്നെ ഒരു വലിയ ക്രൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഫിൽട്ടർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ എല്ലാം വെള്ളത്തിലും ഫുഡിലുമാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അവർ വളരെ നന്നായി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്രവട്ടം പോകുമ്പോഴും ഓരോ മീനുകളെയും വലുതാവുന്ന ഇതൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ലാസ്റ്റ് അക്വേറിയത്തിലാണ് ഏറ്റവും വലിയ അരാപ്പൈമ വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ അരാപ്പൈമാസാണ്. അതിൽ തന്നെ അവരുടെ ഒരു എഫേർട്ടും കാര്യങ്ങളും നമുക്കതിൽ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇവിടുത്തെ ഫീൽ ആയെന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും മീൻ, സൈഡിൽ നോക്കിയാൽ മീൻ, വലത്തോട്ട് നോക്കിയാൽ മീൻ, ഇടത്തോട്ട് നോക്കിയാൽ മീൻ, മേലെ മീൻ, താഴെ മീൻ, എല്ലാവരുടെയും അവർ മീനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ വല്ല സ്ഥലത്താണെങ്കിൽ അവരത് ആംബിയൻസ് കുത്തിക്കൊള്ളിച്ചിട്ടുമുണ്ട്. അത്രയ്ക്ക് അവർ നമ്മൾ ഓരോ തരത്തിൽ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ അക്വേറിയം ആണെങ്കിൽ നിങ്ങളുടെ അക്വേറിയത്തിൽ അവരൊരു സ്റ്റാച്ചുവിനെ വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് അലിഗേറ്റർ, ഇതൊരു സ്പ്രേയർ പേഷ്യസ് തെരണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അക്വേറിയത്തിൻ്റെ നീളം ഭയങ്കരമാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതൊക്കെ വളരെ ഭംഗിയുള്ള ഫിഷസാണ്. ഇവിടെ അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫൈറ്റേഴ്സിനെയാണ് ഇട്ടിട്ടുള്ളത്. ഓരോന്നിലും ഓരോ മീനുകളേ ഉള്ളൂ. കാരണം ഫൈറ്റേഴ്സ് നമുക്കറിയാം, ഓരോ അക്വേറിയത്തിൽ ഓരോ മീനെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു നിരന്ന് നിൽക്കുന്ന ഫുൾ ഫൈറ്റേഴ്സിനാണ് വനയിലുള്ള ഓരോ മീനെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എന്ത് മീനാണെന്നുണ്ടെങ്കിലും ആക്ച്വലി ഇവർ മീനിൻ്റെ എല്ലാത്തിൻ്റെ പേര് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പേര് എത്ര കിലോ വരെ വരാം, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എല്ലാം അവരവിടെ സൈഡിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സ്റ്റോൺ ഫിഷാണ്. അതിൻ്റെ കണ്ണും വായൊക്കെ എവിടെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കായിരുന്നു. ഇതുണ്ട് വെള്ളച്ചാട്ടം വന്നിങ്ങനെ അക്വേറിയം, എന്നിട്ട് അവിടെയുള്ള മീനുകളും. പിന്നെ നമുക്ക് ഒരു മീനൊന്നും അല്ല കേട്ടോ, ഒരു ബഞ്ച് ഓഫ് മീൻ. എല്ലാത്തിലും ഒരുപാട് സെയിം വെറൈറ്റിയിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് മീൻ നമുക്കുണ്ടായിരുന്നു. അത് 1-2 ഇട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീലായില്ല. ഒരുപാട് സ്റ്റാർ ഫിഷസും എല്ലാം കുറേ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ കണ്ടോ ഹൈറ്റ് ഉണ്ടല്ലേ, ചില അക്വേറിയത്തിന് അത്ര ഹൈറ്റുള്ളൂ. എൻ്റെ മോനിപ്പോൾ 3 വയസ്സ്, അവൻ്റെ ആ ഹൈറ്റുള്ളൂ. ആ ഇന്ന് ഗ്ലാസിൻ്റെ തിക്നെസ് നോക്കിയാൽ നമ്മളൊരു വിരലിൻ്റെ അത്ര തിക്നെസ്സൊക്കെ ഓരോ ഗ്ലാസ്സിനുണ്ടായിരുന്നു. അത് അത്രയും വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങുന്നത്. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ മേലേക്ക് വെക്കുന്ന ടാങ്കിൽ ഒരു 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ടാങ്ക് ഉണ്ടാവില്ലേ, അപ്പോൾ അതിനേക്കാളും ഒരുപാട് വലിയ അക്വേറിയംസാണ് ഇതൊക്കെ. അപ്പം ആ പ്രഷറൊക്കെ താങ്ങണമെങ്കിൽ അത്രയും വലിയ ഗ്ലാസ് വേണ്ടി വരും. നമുക്ക് സൈഡിൽ നിന്ന് കാണാനും കൈയിടാനൊക്കെ പറ്റും. അപ്പോൾ മാക്സിമം നമ്മളും അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ കൈയിടാണ്ട് നോക്കുന്നുണ്ട് മക്കളൊക്കെ. പക്ഷേ അവർ ആ ഒരു ആംബിയൻസിൻ്റെ ഇത് കുറയ്ക്കേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെ ആ ഒരു ലെവലിൽ എക്കോറിയം സെറ്റ് ചെയ്തിട്ടുണ്ടാവാം മേ ബി. ഇതും നമ്മൾ താഴോട്ട് നോക്കി കാണുന്ന ഒരു എക്കോറിയമാണ്. അതിൻ്റെ സൈഡിൽ നമുക്കൊരു കാട് പോലെ കണ്ടു, മാന് കടുവ ഒക്കെ വെച്ച് മറൈൻ വേൾഡിൽ നിന്ന് അതിൻ്റെ സൈഡ് മൊത്തം ഒരു കാട് പോലെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു മരം വെച്ചിട്ട് ആർട്ടിഫിഷ്യലാണ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വലിയൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇവിടെയും 2 അരാപ്പൈമാസ് ഉണ്ട്. അവർ നമ്മൾ കുറേ നോക്കി കണ്ടില്ലേ, നമ്മൾ ശ്രദ്ധിക്കായിട്ടാണോ എന്നറിയില്ല, അവർ റെസ്റ്റ് എടുക്കുകയാണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. ഇത് അവിടുത്തെ ഷാർക്കാണ്. ഒരുപാട് നീളമുണ്ട്. അത് നമുക്കത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. അവിടുത്തെ ഷാർക്കിൻ്റെ ഓരോ വിഭവങ്ങളും ഓരോ പേരും ഒക്കെ എഴുതി വെച്ച ബോർഡ്, അങ്ങനത്തെ ബോർഡെല്ലാം അവിടുത്തെ പ്ലേസ്. ഇത് ഞാൻ ഷാർക്കിനെ ക്ലോസിലെടുത്തതാണ്. ഷാർക്ക് അതിലൂടെ ഓൾവേസ് അത് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒട്ടും റെസ്റ്റ് എടുക്കുമായിരുന്നു. അവിടെ ബാക്കിൽ വേറെ 2 എണ്ണം അതുപോലെ തന്നെ വരുന്നുണ്ട്. ആക്ച്വലി 3 സ്പീഷ്യസ് ഷാർക്ക് അവിടെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. 3 വേറെ വെറൈറ്റി കൈൻഡ് ഓഫ് ആയിരിക്കും. അവരിങ്ങനെ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കടൽപ്പറ്റൊക്കെ കൊടുത്ത് നല്ല രസത്തിൽ ഒരു ബ്ലൂ ഫിഷൊക്കെ ആയിട്ടുള്ള ഒരു എക്കോറിയാണത്. ഇവിടെ കണ്ട 2 വെറൈറ്റി സ്പീഷ്യസ് നമുക്ക് കാണാൻ പറ്റും. ഇത് വേറെ 3 വെറൈറ്റി സ്പീഷ്യസ് നമ്മൾ ഇവിടെ കണ്ടു. അങ്ങനെ അവർ ഡിഫറെൻറ്റ് സ്പീഷ്യസിന് ചില എക്കോറിയത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല വലുതായിരുന്നു. ഇതൊരു ലയൺ ഫിഷാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ലൊരു ഭംഗിയുള്ളൊരു മീൻ. അത് നീന്തുന്നത് കാണാൻ വളരെ നല്ല രസമുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ലയൺ ഫിഷ്. നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. ഇതൊരു സിലിണ്ടർ അക്വേറിയമാണ്. അതുകൊണ്ടാണ് കടൽപ്പുറ്റി, വലിയ കടൽപ്പുറ്റികളൊക്കെ സിലിണ്ടർ അക്വേറിയത്തിൽ പ്ലേസ് ചെയ്തിട്ട് അതിൽ മീനിട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനത്തെ ലയൺ ഫിഷൊക്കെ അതിനെ കാണാൻ. ഇത് ഏഞ്ചൽ ഫിഷ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ നമ്മളെ മുളനെ പോലത്തെ ഫിഷ്. പക്ഷേ അതിൻ്റെ കളേഴ്സ് ഉണ്ട്. ഇതും ഒരു സിലിണ്ടർ അക്വേറിയമാണ്. ഇതിൽ വെറൈറ്റി കൈൻഡ് ഓഫ് മീനല്ല, സെയിം സ്പീഷ്യസ് ആണ്. ബട്ട് ആ ഇടയിലുള്ള സ്റ്റാച്ചു വെച്ച മീൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, നമ്മളെ ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാച്ചു, ഇതൊരു അലാവുദ്ദീൻ്റെ സ്റ്റാച്ചു ഉള്ള അക്വേറിയമാണ്. എന്ന് മീനാണെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും ഇവിടെ പഠിച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടാകുന്നില്ല. ഞാൻ ഇപ്പോൾ പൊട്ടാമസിനൊക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അടുത്തൊരു എക്കോറിയാണത്. യഥാർത്ഥ സെക്യൂരിറ്റി മോനെ കളിപ്പിക്കുകയാണ്. അതുപോലെ നല്ലൊരു സെക്യൂരിറ്റി സ്റ്റാഫ്. അവർ നമ്മളെ വളരെ കെയർ ചെയ്തിട്ടും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു നെഗറ്റീവായിട്ട് പറയാൻ എനിക്കൊന്നും അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് വേറൊരു സത്യം. ഓരോ അക്വേറിയത്തിലും എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിഫറൻസസ് അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിലുള്ള ഉള്ളിലുള്ള ഡെക്കറേഷൻസോ കുറ്റികളോ വാട്ടെവർ ഇറ്റ് ഈസ്, ദേ ഹാവ് എ ചേഞ്ച് ഇൻ ദാറ്റ്. അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നമ്മൾ സ്പാ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ അൺലിമിറ്റഡ് ടൈം നമുക്ക് സ്പാ ചെയ്യാം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മുടെ കാല് ഫിഷ് സ്പാ അവിടെ ഇട്ടിട്ട് വലിയൊരു കൗണ്ടറുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരുന്നിട്ട് നമുക്ക് ഫിഷ് സ്പാ ചെയ്യാം. അത് അൺലിമിറ്റഡ് നേരമാണ്. വിച്ച് വാസ് ഗുഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഷൂ ഒക്കെ ഇട്ടാരും പോവുകയാണെങ്കിൽ നമ്മൾ ഫിഷ് സ്പാ ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ കാലും നനയും, ഷോക്സൊക്കെ ഇടങ്ങാനാവുന്നുണ്ടെന്ന് വെച്ചിട്ട് ചെരുപ്പിട്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ അട്രാക്ഷൻ, അണ്ടർ വാട്ടർ അക്വേറിയം. നമുക്ക് വലിയ അരാപ്പയും അതിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്തോരം സൈസാണ്, എന്തോരം നീളമാണ്. അത് ഞാൻ കുറേ നേരമല്ലേ നീളം പറയണം, പക്ഷേ ശരിക്കും അത്രയും നീളമാണ്. വേർത്ത് വാച്ചിങ് ആണ്. അവിടെ പോയിട്ട് 1 മിനിറ്റ് പോലും നമുക്കത് ഒരിക്കലും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു പെറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഞങ്ങളിപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഇതാണ് ഓർമ്മ വരിക. കാരണം നമുക്ക് അത്രയ്ക്ക് ഓരോ വട്ടം പോകുമ്പോൾ നമ്മൾ ഓരോരോ മീനിനെ കാണുന്ന പോലെ തോന്നും. ഇത്രയും മീനിനെ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ വേറൊരു പ്രശ്നം. നമ്മൾ ചിലതൊക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പം പിന്നത്തെ വട്ടം പോകുമ്പോഴായിരിക്കും ഇത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുക. ഇതിലിപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് സത്യമാണ്. ഇത്രയൊന്നും അല്ല ഉള്ളത്. ഒരുപാട് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാത്ത മീനുകളുണ്ട്. അത് പറഞ്ഞത് നമുക്കൊരിക്കലും ഇതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലും ആ ബഞ്ചസ്, മീനിൻ്റെ ഒരു ബഞ്ചസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് നമുക്ക് ഹൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലായി എന്തോരം ഹൈറ്റിലാണ് അത്രയും മീനും എന്തോരം വലിപ്പത്തിലാണ് അരാപ്പൈമാസ് ഉള്ളതെന്ന്. നമ്മളെ ഹെഡിൻ്റെ ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് മീനുകളൊക്കെ നിൽക്കുന്നത് തന്നെ. അത്രയും മേലെയാണ്. ഇവരിങ്ങനെ നമ്മളെ തലയുടെ മേലെ കൂടെയുള്ള വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പം അവരെ താഴ്ത്ത് നമ്മൾ നിൽക്കുമ്പോൾ വി ഫീൽ ലൈക്ക് നമ്മളെവിടെയോ ആണ് എന്ന് തോന്നും.
എന്താ പറയുക സ്കൂബയുടെ ആളുണ്ടായിരുന്നു. ആക്ച്വലി അയാൾ അവിടെ ക്ലീൻ ചെയ്യായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ആളെ കാണുന്നത്. അയാൾ നമുക്ക് ഓരോ ആക്ഷൻസൊക്കെ കാണിച്ചു തരാറുണ്ട്. ഞാൻ 3 വട്ടം പോയിട്ട് 1 വട്ടം മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ. ഒരരാപ്പയുടെ അടുത്ത് അവൻ കൈ വെച്ചപ്പം അതിൻ്റെ വീതി എന്താ പറയുക, അതിൻ്റെ വായ തുറക്കുന്നുണ്ടോ, ആ വായ തന്നെ നമ്മൾ കയറിപ്പോകും, അത്രയ്ക്ക് നീളമുണ്ട് അതിന്. അതാണ് അത്രയും വലിയ അരാപ്പയമാസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. ദേ ആർ കെയറിങ് ദം സോ വെൽ. എല്ലാവരും ഫോട്ടോ എടുക്കണം ഒബ്വിയസ്ലി. അതിൻ്റെ ഇടയിൽ വന്നാൽ നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, മാക്സിമം ഫോട്ടോ വീഡിയോ കവർ ചെയ്യാവുന്നതിനുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട്. നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫിഷ് ഫീഡിങ്ങേ ഉള്ളൂ. അപ്പം അവിടെയാണ് നമ്മളെ എൻഡിലാണ് ഈ അണ്ടർ വാട്ടർ അക്വേറിയം കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളൊരു ഏരിയ ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ്, പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എൻഡിലാണ് നമുക്ക് ഈ ടണൽ അക്വേറിയം കാണാൻ പറ്റുക. അപ്പോൾ ടണൽ അക്വേറിയം കാണാൻ വെച്ചിട്ട് വേഗം പോയിട്ട് കാര്യമില്ല. നമ്മൾ മാക്സിമം ടൈം ഞാൻ പറയാം ഫിഷ് സ്പാ നമുക്ക് നന്നായിട്ട് മുതലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവിടെ ഇരുന്നിട്ട് മാക്സിമം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ പോയാൽ മതി. പിന്നെ എല്ലാ മീനിനെയും കാണാൻ ശ്രദ്ധിക്കുക. ഓരോ മീനിനും ഓരോ ഡിഫറെൻറ്റ്, ഒരു അക്വേറിയത്തിൽ തന്നെ 3 or 4 കൈൻഡ് ഓഫ് ഇട്ടത് കൊണ്ട് നമുക്ക് അതിനൊക്കെ നമുക്ക് മാക്സിമം നോക്കാം. ഇത് ഫിഷ് ഫീഡിങ് ആണ്. അവർ നമുക്ക് ഫുഡ് തരും, നമ്മളത് നമ്മളെ കയ്യിലിട്ടിട്ട് അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാം. മസ്റ്റായിട്ട് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ സോപ്പ് ഇട്ട് നമ്മൾ കൈ കഴുകണം. അത് നിർബന്ധമാണ്. എല്ലാവർക്കും ഒരു വട്ടേ അലോഡ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉള്ളവർക്ക് നമ്മൾ അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് ഫിഷ് ഫീഡിങ്ങും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ എല്ലാ ഫിഷിനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ഒരുപാട് വെറൈറ്റീസ്